കുറച്ചു കാലത്തെ ഇടവേളയ്ക്ക് ശേഷം കോൺഗ്രസ് പ്രവർത്തകരുമായി സംസാരിച്ച ശേഷം രാഹുൽ മാങ്കൂട്ടത്തിൽ ഇപ്പോൾ പാലക്കാട് മണ്ഡലത്തിൽ ശെൽവപാളയം എന്ന സ്ഥലത്താണ് ഈ കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റായിരുന്ന സേവ്യറിന്റെ സഹോദരന്റെ വീടുള്ളത്. ഈ മരണ വീട്ടിലെത്തിയതാണ് ഇപ്പോൾ രാഹുൽ. നേരത്തെ തന്നെ ഈ ഷാഫി പറമ്പിൽ MP-യുടെ പക്ഷം ആളുകളടക്കം രാഹുലിനെ തിരിച്ച് മണ്ഡലത്തിൽ എത്തിക്കണമെന്ന വലിയ ആവശ്യം ഉന്നയിച്ചിരുന്നു. പക്ഷേ അതിനിടെയാണ് ഇന്നലെ പ്രതിപക്ഷ നേതാവ് ഈ പാലക്കാട് എത്തിയപ്പോൾ പറഞ്ഞിരുന്നു രാഹുലിനെതിരെയുള്ള നടപടി അത് ഒരിക്കലും ഒരു നേതാവോ ഒരാളോ എടുത്ത തീരുമാനമല്ല, മറിച്ച് പാർട്ടി ഏകകണ്ഠമായി എടുത്ത തീരുമാനമാണ്, പാർട്ടി ഒറ്റക്കെട്ടായി എടുത്ത തീരുമാനമാണ്, അതിനൊരു മാറ്റവുമില്ല എന്ന് ഇന്നലെ കൂടി പ്രതിപക്ഷ നേതാവ് വ്യക്തമാക്കിയിരുന്നു. അതിന് പിന്നാലെയാണ് ഇന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ MLA തിരിച്ച് മണ്ഡലത്തിൽ എത്തിയിരിക്കുന്നത്. തുടർന്ന് ഇനിയുള്ള ദിവസങ്ങളിൽ മണ്ഡലത്തിൽ സജീവമായി തന്നെ പ്രവർത്തിക്കാനാണ് തീരുമാനം. എന്തായാലും ഉടൻ അല്പസമയത്തിനകം തന്നെ രാഹുൽ മാധ്യമങ്ങളെ കാണും, കൂടുതൽ കാര്യങ്ങൾ വ്യക്തമാക്കുമെന്നാണ് മനസ്സിലാക്കുന്നത്. നേരത്തെയും ഈ മണ്ഡലത്തിൽ നിന്ന് വിട്ടുനിന്ന ഘട്ടങ്ങളിലൊക്കെയും നിയമസഭയിൽ അടക്കം കത്തയച്ചു മണ്ഡലത്തിന്റെ ആവശ്യങ്ങളൊക്കെ ഉന്നയിച്ചിരുന്നു. ഇനി അത് സജീവമായി തന്നെ തിരിച്ചു മണ്ഡലത്തിൽ ഇറങ്ങി പ്രവർത്തിക്കാൻ തന്നെയാണ് ഇപ്പോൾ രാഹുലിന്റെ തീരുമാനം. അല്പസമയത്തിനകം തന്നെ രാഹുലിന്റെ പ്രതികരണം നമുക്ക് ലഭ്യമാകുമെന്നാണ് കരുതുന്നത്. എന്തായാലും ഇപ്പോൾ പാലക്കാട് ശെൽവപാളയം എന്ന സ്ഥലത്ത് ഈ കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് വീട്ടിലാണ് ഇപ്പോൾ രാഹുൽ എത്തിയിരിക്കുന്നത്. നേരത്തെ തന്നെ ഈ രാഹുലിന്റെ വിവാദവുമായി ബന്ധപ്പെട്ട് പ്രതിപക്ഷ നേതാവിന് നേരെ ഒപ്പം തന്നെ ഷാഫി പറമ്പിൽ MP-ക്ക് നേരെയൊക്കെ വലിയ രീതിയിലുള്ള പ്രതിഷേധമുണ്ടായിരുന്നു. കാരണം അവരുടെയൊക്കെ ഷാഫി പാലക്കാട് നിന്ന് പോകുന്ന സമയത്ത് തൻ്റെ അനിയനെ നൽകിയെന്ന് പറഞ്ഞുകൊണ്ടാണ് ഷാഫി പാലക്കാട് നിന്നും രാഹുലിന് ഒരു ഇത് നൽകി പോകുന്നത്. അതുമായി ബന്ധപ്പെട്ടൊക്കെ ആ ഘട്ടത്തിലൊക്കെ ഷാഫിയോടുള്ള ഒരു സ്നേഹം കൂടിയാണ് പാലക്കാട്ടുകാർ രാഹുലിന് നൽകിയത്. അതുകൊണ്ട് തന്നെ ഈ രാഹുലിനെതിരെ ഇത്തരം ഗുരുതരമായ ആരോപണങ്ങൾ വന്ന ഘട്ടത്തിലൊക്കെ അത് ഷാഫിയോടുള്ള ഒരു വിയോജിപ്പിന് കൂടി കാരണമായിരുന്നു. ഈ ഘട്ടത്തിലൊക്കെ പക്ഷേ രാഹുലിനെ തിരിച്ച് മണ്ഡലത്തിൽ എത്തിക്കണമെന്ന ഈ ഷാഫി പറമ്പിലിനെയും ഒപ്പം രാഹുൽ അനുകൂലികളും ശക്തമായി തന്നെ വാദിച്ചിരുന്നു. ഒടുക്കം ഇതാ രാഹുൽ അങ്ങനെ ഈ ആവശ്യങ്ങളൊക്കെ കണക്കിലെടുത്ത് രാഹുൽ അനുകൂലികളുടെയും ഷാഫി പറമ്പിൽ അനുകൂലികളുടെയൊക്കെ ആവശ്യങ്ങൾ കണക്കിലെടുത്തുകൊണ്ടൊക്കെ മണ്ഡലത്തിൽ തിരിച്ചെത്തിക്കുകയാണ്. ഉടൻ തന്നെ ഇനി അല്പസമയത്തിനകം മാധ്യമങ്ങളെ കണ്ട് കൂടുതൽ കാര്യങ്ങൾ വ്യക്തമാക്കുമെന്നാണ് വിവരങ്ങൾ നൽകിയത് പാലക്കാട് നിന്ന്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.